പുലിവാലിനൊന്നും പോണ്ട, ക്ഷമിച്ചുകളാ. അമ്മയൊന്ന് അകത്തേക്ക് പോകുന്നുണ്ടോ? എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സകല പാർട്സും ഇടിച്ചവള് തകർത്ത് കളഞ്ഞു. പ്രസവിക്കാൻ പറ്റുമെന്ന് ഇനി എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അങ്ങനെ ചെയ്ത അവളെ വെറുതെ വിടാൻ ഞാൻ മദർ തെരേസയൊന്നും അല്ല. അല്ല മോളെ, ഈ തിരിച്ചടിക്കാന്നൊക്കെ പറയുമ്പോ എന്താ മോൾ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരണോ? എന്നെ നോവിച്ചവൾക്ക് നോവണമെന്ന് ഞാൻ പറഞ്ഞ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? ചെറിയ നോവാണോ വലിയ നോവാണോ വേണ്ടത്? വലിയ നോവ്. ഇനി അവള് തല പൊക്കരുത്. ഒരു റിസ്ക് ആണ്. റിസ്ക് ഇല്ലാത്ത എന്ത് കാര്യം ഈ ലോകത്തുള്ളത്? നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്കിനി ആ വീട്ടിൽ അഭിമാനത്തോടെ കഴിയാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിൽ ഇവളേതോ കൂടിയേനം പാമ്പായിരുന്നു. അതാ ഇത്ര പക. എന്റെ മോളെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം തീർന്നു വരിക. അതിനിടയിലാണോ നീ ഇനി പകരം വീട്ടാൻ പോകുന്നത്? ഇത് നിന്നെ കൊണ്ടേ പോവൂ, പറഞ്ഞില്ലാന്ന് വേണ്ട. നിനക്ക് അത്രയ്ക്ക് ദണ്ണുണ്ടെങ്കിലേ ഒരു കടലാസ് എഴുതി സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്ക്. ബാക്കി അവർ നോക്കിക്കോളും. അവരുടെ സഹായത്തിനിപ്പോ ഒരു പോലീസുകാരി ഉണ്ടെന്ന് പറഞ്ഞത് അമ്മ കേട്ടില്ലേ? പോലീസുകാരൊന്നും വിചാരിച്ചാ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് വിചാരിച്ചാ പറ്റും. എന്റെ കേസായതുകൊണ്ട് ഇവര് വിചാരിക്കുകയും ചെയ്യും. അമ്മയെ പോലെ അല്ല ഇവര്. ഇവർക്ക് എന്നോട് സ്നേഹമുണ്ട്, അല്ലേ? അതെ, മോള് ധൈര്യമായിട്ടിരിക്കെ. പണി ഞാൻ കൊടുത്തോളാം. താങ്ക് യു അച്ഛാ. അച്ഛന്റെ വാക്ക് വിശ്വസിക്കാലോ. നീ എവിടെ പോയതാ? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ ഭർത്താവ് തിരിഞ്ഞു നോക്കില്ല എന്ന് മനസ്സിലായി. സ്വന്തം വീട്ടുകാർക്കും അതേ നിലപാടാണോന്ന് അറിയണ്ടേ? അതൊന്നറിയാൻ പോയതാ. ഈ വയ്യാത്ത ശരീരവും വെച്ച് എന്തിനാ എത്ര ദൂരം യാത്ര ചെയ്യുന്നത്? ഹോ, ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കാൻ എന്തൊരു ഉത്സാഹം. അവള് വന്ന് മേഞ്ഞിട്ട് പോയി. എന്നാ അതൊന്നു പോയി ചോദിക്ക്. അതില്ല. വെറുതെ വഴക്ക് വലുതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇതിലൊന്നും ഇടപെടാത്തത്. എന്തൊക്കെ പറഞ്ഞാലും നാളെയും കാണേണ്ടവരല്ലേ നീലിനെ ഏടത്തിയും. ഏട്ടത്തിയോ? ഏതേടത്തി? അവളെ ഏട്ടത്തിയൊന്നുമല്ല, മൂക്കാചക്രത്തിന്റെ ഗുണ്ട. ഇനി അവളെ ഏട്ടത്തിന്ന് വിളിച്ചാ ആ നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഒന്നും ചെയ്യണ്ട. ഞാനൊരു ചായ എടുത്തോണ്ട് വരാം. ആ, അതും കുടിച്ചിവിടിരുന്നോ? ചായ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വേദ പറയുന്നതിൽ കാര്യമുണ്ട് ഗിരി. ശുദ്ധ തോന്നിവാസമല്ല അവള് കാണിച്ചിട്ട് പോയത്. വേദ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോട്ടെന്ന് വെക്കായിരുന്നു. ഇത് നിരപരാധിയല്ലേ ചന്നം പിന്നെ തല്ലിക്കളഞ്ഞത്. നീ ഇത് ആരോടാ ഗൗരി പറയുന്നത്? എനിക്ക് വേദനിച്ചാലൊന്നും നോവുന്നൊരു മനസ്സ് ഈ ശരീരത്തിലില്ല. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഗിരിയെക്കുറിച്ച്. എല്ലാം പോയി. ഞാൻ ആ നേരത്തെ ഇവിടെ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഗിരിക്കാണ് ഇങ്ങനൊരു അനുഭവം വന്നിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ചെന്നേനെ ചെയ്തവന്റെ വീട്ടിലേക്ക്. എനിക്ക് പറ്റിയില്ലെങ്കിൽ പറ്റുന്നവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കെങ്കിലും ചെയ്തേനെ. ഇതൊരുമാതിരി പഴങ്ങഞ്ഞ സ്വഭാവം. ഗിരി എന്റെ ഭർത്താവാണെന്ന് ഓർക്കുമ്പോ പുച്ഛം തോന്നും എനിക്ക്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ഇതെന്റെ അമ്മയും പറഞ്ഞു കംപ്ലൈന്റ്. നാണോ ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ. നാളെ എന്നെ ഏതെങ്കിലും ഒരാൾ ഉപദ്രവിച്ചാലും ഗിരി ഇത് തന്നെ പറയുമല്ലോ. ഇതെന്റെ അമ്മയും പറഞ്ഞു കംപ്ലൈന്റ്. നാണോ ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ. നാളെ എന്നെ ഏതെങ്കിലും ഒരാൾ ഉപദ്രവിച്ചാലും ഗിരി ഇത് തന്നെ പറയുമല്ലോ. എടാ, ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പദവിയാ. ഭാര്യ രക്ഷിക്കുന്നവനാ ഭർത്താവ്. അതിന്റെ ഒന്നും അർത്ഥം അവർക്ക് അറിയില്ല ഗൗരി. തല്ലിയത് ഏട്ടത്തിയല്ലേ, അപ്പൊ ചോദിക്കുന്നത് മാന്യതയല്ലല്ലോ. വേണ്ട, നിങ്ങൾ ആരും ചോദിക്കണ്ട. എന്റെ ശരീരമാണല്ലോ നൊന്തത്. അതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്തോളാം. എനിക്കൊരു ഭർത്താവിന്റെ സഹായം വേണ്ട. കൈത്തണ്ടയ്ക്ക് ബലമുള്ള ഒരച്ഛനും ആങ്ങളെ ഉണ്ട് എനിക്ക്. അവര് ചോദിച്ചോളും. ഗിരി വല്ല കാർട്ടൂണോ കുട്ടികൾക്കുള്ള ചലച്ചിത്രമോ ഒക്കെ കണ്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചു മൂടിയിരുന്നോ? ഷെയിമാണ് ഗിരി, ഷെയിം. ഇങ്ങനെ കേൾക്കുന്നതിൽ ഭേദം നീ പോയി ചാവുന്നതാ.
ഞാൻ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ചെയ്യണ്ട. ചെയ്യേണ്ടത് ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം. അവസാനം ഞാൻ ചെയ്തു കഴിയുമ്പോ ചോദിക്കാൻ വന്നേക്കരുത്. ആട്ടും ഞാൻ. വടി. കഷ്ടം. എന്റെ ഭാര്യയെ തല്ലാൻ നിന്റെ ഭാര്യയ്ക്ക് ആരാണ് അധികാരം കൊടുത്തത്? അതറിയാനാണോ ഇവിടെ വരെ വന്നത്? തെറ്റ് ചെയ്തവരാരായാലും, അത് നീ ആയാലും ഇനി നിന്റെ ഭാര്യ ആയാലും ശിക്ഷിക്കപ്പെടും. അത് പ്രകൃതി നിയമമല്ലേ ഗിരി? എന്റെ ഭാര്യ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നീ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ, ഞങ്ങൾ കൂടി തോന്നണ്ടേ? എടാ, നിന്റെ ഭാര്യ കൊടുത്ത പരാതിയിലല്ലേ എന്നെ പോലീസുകാർ കൊണ്ടുപോയത്. അവർക്ക് സത്യം ബോധ്യപ്പെട്ടതുകൊണ്ട് എന്നെ വിട്ടു. പക്ഷേ അതുകൊണ്ട് എന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ നഷ്ടം എത്ര വലുതാണെന്ന് നിനക്കറിയോ? അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയെന്ന് എന്നെ അവർ മാറ്റി. അതിനെ ഇത്ര ദുഃഖിക്കൊന്നും വേണ്ട. ആ സിനിമ നടന്നതേ വേദയുടെ സ്വർണം വിറ്റ കാശുകൊണ്ടല്ലേ. യോഗം ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നെ കയറ്റിയിരുത്താൻ ഞാൻ ശ്രമിച്ചു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ട് പോയതാ. അല്ലാതെ വേദ ചെന്ന് പറഞ്ഞതുകൊണ്ടല്ല. വേദ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗിരി, നിനക്ക് നിന്റെ ഭാര്യ മാലാഖയായിരിക്കും, ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഒരു തെറ്റും ചെയ്യാത്ത അവളെ ശരിക്കിട്ട് തല്ലിയത്. ഇനിയും തല്ലും. തോന്നിയാസം കാണിച്ചാ ഇനിയും ഞാൻ അവളെ തല്ലും. അറിയാലോ എന്നെ. ക്ഷമിച്ചാ ഏതറ്റം വരെയും ക്ഷമിക്കാൻ കഴിയുന്നവളാ ഞാൻ. എന്നിട്ട് ഉപദ്രവിക്കാൻ വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എടാ, നീ ഇവിടെ നിന്ന് വാചകം അടിക്കുന്നതിന് പകരം അവളെ നന്നാക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒടുക്കം നിനക്ക് തന്നെ അത് പ്രശ്നമാവും. എന്റെ ഭാവി ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. എന്നെ നോക്കാൻ എനിക്കറിയാം. വേദയ്ക്ക് കുറച്ച് കാശുണ്ടായിപ്പോയി, പഠിപ്പും വിവരവും ഉണ്ടായിപ്പോയി. അതിനിങ്ങനെ ശിക്ഷിക്കണോ? അവളോട് അസൂയ ഉണ്ടെങ്കിൽ അതും മനസ്സിൽ വെക്കണം. കയ്യേറ്റം ചെയ്യല്ല വേണ്ടത്. അസൂയോ? അവളോടോ? എന്തിന്? അതിനവക്ക് എന്ത് യോഗ്യത ഉള്ളത്? എടാ, ഒരു പെണ്ണിന്റെ യോഗ്യത സൗന്ദര്യമോ പഠിപ്പോ മാത്രമല്ല, നല്ലൊരു മനസ്സും ഉണ്ടാവണം. അതവക്കുണ്ടോ? നിനക്കെങ്ങനെയാ അവളെ ന്യായീകരിക്കാൻ പറ്റുന്നേ? കുറച്ചു കാലം മുമ്പ് വരെ നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത്? എന്ത് സത്യം? എന്ത് സത്യം നീ മനസ്സിലാക്കിയത്? ഞാനും വേദയും എന്നും തമ്മിൽ തല്ലി കാണാനായിരുന്നു നിങ്ങൾക്കിഷ്ടം. അപ്പോ നിങ്ങൾക്ക് തനിച്ച് ഭരിക്കാലോ വീട്. അത് നടക്കാതെ വന്നപ്പോ ഇറങ്ങിയിരിക്കുക ഓരോ നുണയും കൊണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇപ്പൊ സംഭവിച്ചു. ഇനി ഇതുപോലെ എങ്ങനെ നടന്നോ, ഇനി ഈ സ്വന്തം ബന്ധം നീ ഗിരി നോക്കില്ല. നീ എന്ത് ചെയ്യും? ധൈര്യം ഉണ്ട് ഇപ്പൊ ചെയ്യടാ. സ്വന്തം ബന്ധമൊന്നും നീ നോക്കണ്ട, ചെയ്യടാ. ഏട്ടാ, ഭാര്യയുടെ വാക്കും കേട്ട് വന്നിരിക്കുന്നു. നാണമില്ലോടാ നിനക്ക്? ഭാര്യയുടെ വാക്ക് താനും കേൾക്കുമല്ലേ? ഇപ്പൊ ഇവര് പറയുന്നതാണല്ലോ തനിക്കും വലുത്. എടോ, 2 കാലിലും മന്തുള്ള താൻ ഒരു കാലിൽ മാത്രം മന്തുള്ള എന്നെ മന്താന്ന് വിളിക്കരുത്. സ്വാതി പോലാണോ വേദ? സ്വാതിയെക്കാളും എന്തുകൊണ്ടും നല്ലത് തന്നെയാ വേദ. നിങ്ങൾക്കേ നല്ലൊരു മനസ്സുണ്ടെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു, വിശ്വസിച്ചിരുന്നു. അതൊക്കെ തെറ്റായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി. വെറുതെ അല്ല 2 ആളും രക്ഷപ്പെടാത്തത്. മനസ്സ് മുഴുവൻ അസൂയയും കുശുമ്പുവാ. ഇങ്ങനെ പോയാ ഒരു സിനിമയിലെങ്കിലും മുഖം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിൽ ഇത്തിരി പോലും നന്മയില്ലാത്ത താനൊക്കെ എങ്ങനെയാണോ ഒരു കലാകാരനാവുന്നത്? ഇപ്പൊ എനിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് താൻ നശിച്ചതിന്റെ കാരണം എന്താണെന്ന്. ഇവരാ തന്റെ എല്ലാ ഐശ്വര്യക്കേടിന്റെയും കാരണം. ഇവരെ താൻ എന്ന് നന്നാക്കുന്നോ അന്നേ താൻ പച്ച പിടിക്കൂ. വിഷമായ ഒന്നോർത്താ അവൻ പറഞ്ഞതും ശരിയാ. ഞാൻ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ ഏട്ടന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. സിനിമയിൽ വന്നുകൊണ്ടിരുന്ന തടസ്സം മാറാനാ എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് തടസ്സം മാറിയോ? ഇല്ല, മാറിയില്ലെന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിൽ നിന്ന് വരെ പുറത്തായി. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നീ പറയുന്നത്? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രമാ. വീട്ടിൽ നിന്ന് പുറത്തായത് നീ കാരണമാണോ? അമ്മ മരിച്ചത് നീ കാരണമാണോ? സ്വാതി അവൻ വന്ന് പറഞ്ഞത് മുഴുവൻ അവള് പഠിപ്പിച്ചു വിട്ട വാചകങ്ങളാ. നമ്മുടെ ആത്മവിശ്വാസം കളയണം. പറ്റുമെങ്കിൽ നമുക്കിടയിൽ വഴക്കുണ്ടാക്കാൻ പറ്റണം. പക്ഷെ അവളുടെ ആ ബുദ്ധി കയ്യിലിരിക്കത്തേ ഉള്ളൂ.
അവൻ പറഞ്ഞത് കേട്ട് എനിക്ക് നിന്നോട് ഇഷ്ടക്കേട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ ഇഷ്ടം തോന്നുകയും ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ ഈ ഇഷ്ടമൊക്കെ അങ്ങ് പോവും. കഷ്ടപ്പാട് വരുമ്പോ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലെന്ന് വരുമ്പോ ഗിരി പറഞ്ഞതാണ് ശരിയെന്ന് ഏട്ടനും തോന്നി തുടങ്ങും. ഇതിന് മറുപടി പറയേണ്ടതേ നാവുകൊണ്ടല്ല, കൈകൊണ്ടാ. ചെയ്യാത്തത് സത്യം പറഞ്ഞാ പേടിച്ചിട്ടാ. വേദയെ തല്ലിയ ദേഷ്യം ബാക്കിയുണ്ടെങ്കിൽ അതെന്റെ നേരെ പ്രയോഗിച്ചാലോ? നിന്റെ തല്ലുകൊള്ളാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ഒന്ന് പോ, കളിയാക്കാതെ. നീ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്ത്? നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം. സിനിമ പോയി, ഇനി അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇവിടെ അടുപ്പരിയില്ല. കാശുണ്ടാക്കണം, അതിനെന്തെങ്കിലും ജോലി സംഘടിപ്പിക്കണം. ജോലിയോ? ഏട്ടനോ? അത് വേണ്ട ഏട്ടാ. ഏട്ടൻ ജോലിക്ക് പോവാൻ തുടങ്ങിയ അവള് വീണ്ടും സന്തോഷിക്കും. അവള് ജയിച്ചു എന്നാവും. അതൊന്നും വേണ്ട. ഞാൻ നല്ല സെൻസിലാ പറയുന്നത്. അത് അതേ അർത്ഥത്തില് നീയും ഉൾക്കൊള്ളണം. നമുക്ക് കേസ് നടത്തണ്ടേ? അതിന് നല്ലൊരു തുക ചെലവാകും. പിന്നെ വാടക, രാഹുലിന് കൊടുക്കാനുള്ള കടം, മാസ ചെലവ്. ഞാൻ നോക്കിയിട്ട് ജോലിക്ക് പോവല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. വേദ സന്തോഷിക്കൂ, ജയിച്ചു എന്ന് വിചാരിക്കൂ ഒക്കെ ചെയ്യട്ടെ. അവൾ എന്ത് കരുതുന്നു എന്ന് നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നടനാവാൻ മോഹിച്ച ഏട്ടൻ മാസ ശമ്പളത്തിന് ജോലിക്ക് പോവാന്ന് വെച്ചാ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ടൊന്നും നീ കാണണ്ട. കേസ് ജയിച്ചാ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ തീരില്ലേ? പിന്നെന്തിനാ എനിക്ക് ജോലി? അതോടുകൂടി നഷ്ടപ്പെട്ട സിനിമയും തിരിച്ചു വരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന ഷെയറിൽ നിന്നെടുത്ത് ഒരു പടം പിടിക്കും. സിനിമ എൻ്റെ പാഷനാ സ്വാതി. അത് ഞാനങ്ങനെ വിട്ടുകളയൊന്നുമില്ല. ഇപ്പൊ ചെറിയൊരു അവധി കൊടുക്കുന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു മാറിനിക്കൽ നടത്തുന്നറിയോ? ശക്തമായിട്ട് തിരിച്ചു വരാനാ. എന്ത് ജോലിക്കാ പോവാൻ പോകുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. പെട്ടെന്ന് കിട്ടാൻ സാധ്യത സെയിൽസിലാ. എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊരാള് ഇന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് അവനൊന്ന് കാണണം. കൊള്ളാവുന്ന ജോലി വല്ലതുമാണെങ്കിൽ ഞാൻ സ്വീകരിക്കും. ബാക്കിയൊക്കെ അതിന് ശേഷം. പകല് ഞാൻ വെറുതെ ഇരിക്കുക. ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ? അത് വേണ്ട. വീട് നന്നായിട്ട് നോക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നീ കഷ്ടപ്പെടണ്ട. നമുക്ക് കഴിയാനുള്ള വക ഞാൻ ഉണ്ടാക്കിക്കോളാം.
നീൽ മഹേഷ ഒബ്സർവേഷൻ റൂമിലാ. ഡോക്ടർ, ഞാൻ നീൽ മഹേഷിന്റെ ഭാര്യയാ. ഒബ്സർവേഷനില്ല, അത് കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നീൽ മഹേഷിന്റെ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയാ. ഈ ഫോമിൽ ഒരു ഒപ്പിടണം. ആക്സിഡന്റ് കേസായതുകൊണ്ട് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവർ വരും. നീ ആശുപത്രി പോയിരുന്നോ? ഇല്ല. നന്നായി. ആദ്യം പോലീസ് കേസ്, ഇപ്പൊ ആക്സിഡന്റ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ആ വീട്ടിലെ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇപ്പൊ കഷ്ടകാലമാ. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ആ കഷ്ടകാലം ഇവിടെയും വന്നേനെ. പിന്നല്ലാതെ നമ്മുടെ കൂടെ ദൈവമുണ്ട്. അതാ അത് നടക്കാതെ പോയത്. ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ഇവരെ വിശ്വസിക്കാമെങ്കിൽ അവന്റെ കാര്യം പോക്കാ. ആ പെണ്ണ് അനാഥയാവും. ആ സ്വാതി ചേച്ചി ഒരു പാവ. ആ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ദുരന്തം വരരുതായിരുന്നു. എടി, കർമ്മദോഷം എന്ന് പറയുന്നതേ ഈ ജന്മത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതും അനുഭവിക്കേണ്ടി വരും. എന്നാലും മാലതിയുടെ മരണത്തിന് ശേഷമാണ് അവിടെ വിഘ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. എന്താ അതിനർത്ഥം? ആ മരണത്തിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്നല്ലേ? അമ്മ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ടല്ലോ. നീലിനെ പോലീസ് കൊണ്ടുപോയപ്പോ എന്ത് ബഹളായിരുന്നു ഇവിടെ. എന്നിട്ട് എന്തായി? കൊണ്ടുപോയവനെ തിരിച്ചുകൊണ്ടാക്കിയില്ലേ? സ്വന്തം അമ്മയെ കൊല്ലാൻ മാത്രം നീചനൊന്നും അല്ല നീല്. അമ്മയെന്നല്ല, ഒരാളെ കൊല്ലാനും അയാൾക്ക് കഴിയില്ല. പിന്നെ അവന്റെ ജാതകം നിന്റെയിലല്ലേ ഇരിക്കുന്നത്? എടാ, എങ്ങനെ കഴിഞ്ഞിരുന്നവരവര്? എന്തൊരു പ്രതാപമായിരുന്നു. ഇപ്പൊ അതാണോ അവസ്ഥ? എന്തുകൊണ്ടാ ഇങ്ങനൊരു തകർച്ച വന്നത്? കാരണം ഒന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? കാലനുണ്ടല്ലോ അമ്മേ, കാലദോഷം. അത് മാറിക്കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. കാലനുണ്ടല്ലോ അമ്മേ, കാലദോഷം. അത് മാറിക്കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്നാലും നിനക്കാ പെണ്ണിനെ മറക്കാൻ പറ്റില്ല അല്ലേ? പെങ്കോന്ത്, അവളുടെ തൊലിവെളുപ്പ് കണ്ടപ്പോ എന്റെ മോൻ അങ്ങ് മയങ്ങിപ്പോയി. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തൊലി വെളുപ്പ് കണ്ടാലൊന്നും വീഴുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ. ഗൗരി, ഞാൻ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം നിശ്ചയിച്ച പെണ്ണ. അവളെ പെട്ടെന്നൊന്നും മറക്കാനൊന്നും എനിക്ക് സാധിച്ചൊന്നും വരില്ല. അതും അവളുടേതല്ലാത്ത കുറ്റത്തിന്. അവളുടെ കുറ്റമായാലും മഹേശ്വരന്റെ കുറ്റമായാലും തടസ്സങ്ങൾ അവരുടെ ഭാഗത്തു നിന്നാ ഉണ്ടാവുന്നുള്ള സത്യമല്ലേ? കാശായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചത്. എന്താടാ, കാശിന് ഒരു വിലയില്ലേ? വില കൂടിയ ഡ്രസ്സും സെന്റും പൂശി കാറ് കൊണ്ട് നടക്കുന്നതേ കാശുള്ളത് കൊണ്ടല്ലേ? കാശിനെ വെറുതെ പുച്ഛിക്കണ്ട. കാശിനെ പുച്ഛിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രമില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? അയ്യോ, നീ ഒന്നും ചെയ്യണ്ട. നീൽ മഹേശ്വരന് എന്താ സംഭവിക്കാൻ നോക്കട്ടെ. അതാണല്ലോ ഇനി അറിയേണ്ടത്. നീല് മരിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വെറുതെ അവനെ വഴിയുള്ളൂ. അവളുടെ വീട്ടുകാരെ പറഞ്ഞ അവൻ ഇഷ്ടപ്പെട്ടില്ല. ഇവൻ ഇത്ര നാണമില്ലാത്തവനായി പോയല്ലോ. എല്ലാം നിന്റെ വളർത്തു ദോഷം. അതും എന്റെ കുറ്റം കൊണ്ടോ? ചേടാ, എന്താണ് നോക്കുന്നേ? എടുത്ത് കഴിക്കും. എന്തായി മോളെ, അവൻ തീർന്നോ? അറിയില്ല. തീരുന്നാ കേൾക്കുന്നത്. തീരട്ടെ. അങ്ങനെ എന്റെ എല്ലാ തലവേദനകളും അവസാനിക്കട്ടെ. ഓ,
അപ്പോ അത് അപകടമായിരുന്നില്ലല്ലേ? മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ച കെണി. അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇത് ആരോടെങ്കിലും പറഞ്ഞ അകത്താവാൻ പോകുന്നത് ഞങ്ങള് 3 പേരും ആയിരിക്കും. എന്നുവെച്ചാ അമ്മയുടെ ഭർത്താവ്, മകൻ, മകൾ. എന്താമ്മേ, ഞങ്ങളെ അകത്താക്കണമെന്ന് ആഗ്രഹമുണ്ടോ അമ്മയ്ക്ക്?